ഹായ്, ഞാൻ ഷുഗർ ബാറിൽ നിന്നും മോളമ്മയാണ്. ഇന്ന് നമുക്ക് പഴമയുടെ രുചിയായ ഓട്ടട എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതും ഗോതമ്പ് പൊടി ഉപയോഗിച്ചാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ എന്തുമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള ഗോതമ്പ് പൊടി എടുക്കുക. എനിക്കിപ്പോൾ പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കിനും അവർക്ക് 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ അതിനുള്ള ആവശ്യമുള്ള ഗോതമ്പ് പൊടി എടുത്ത് വെക്കുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കരയില്ലേ, ശർക്കര പാനിയാക്കി വെച്ചതാണ്. നല്ല കുറുകിയ പാനിയാണ് കേട്ടോ, അതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഏലക്ക ചേർക്കാം, പക്ഷേ പിള്ളേർക്ക് ഏലക്കയുടെ ഫ്ലേവർ താല്പര്യമില്ല ഇതിനകത്ത്. പിന്നെ കുറച്ച് വാഴയില. അപ്പോൾ ഇനി ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം. ആദ്യമേ ഞാൻ ഈ ഗോതമ്പ് പൊടിയെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്തുകൊണ്ട് വരാം. ഗോതമ്പ് പൊടിയെ കുഴച്ചെടുത്തുകൊണ്ട് വരാവേ. ഞാൻ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഉപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ചപ്പാത്തി പരുവോ അല്ല, ഇച്ചിരൂടെ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് കിട്ടേണ്ടത്. കൈ ഉപയോഗിച്ച് തന്നെ കുഴയ്ക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, ഈ പരുവത്തിലേക്ക് കുഴച്ചേ. അതായത് ചപ്പാത്തി പരുവോ അല്ല, അധികം ഇങ്ങനെ ലൂസായ പരുവോ അല്ല, ഈ പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇനി ഞാൻ ബാക്കി കാണിക്കാവേ. കൈയൊന്ന് കഴുകിയിട്ട് വരട്ടെ. ഇനി നമ്മൾ എടുത്തു വെച്ച ശർക്കരയ്ക്കകത്തേക്ക് തേങ്ങ ആവശ്യത്തിനിട്ട് മിക്സ് ചെയ്ത് വെക്കാവേ. അപ്പോൾ ഇത് ശരിയാക്കിയിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പരുവത്തിൽ. ഇനി നമുക്ക് പരിപാടികൾ തുടങ്ങാവേ. അപ്പം വാഴയില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ഒരു സ്വല്പം വെള്ളം എടുത്ത് വെച്ചു. ഇല വെക്കാൻ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചു. ഇങ്ങനെ വെക്കാൻ. പിന്നെ ശർക്കരയും തേങ്ങയും കൂടെയുള്ള മിക്സ് റെഡിയായി. നമ്മൾ ഗോതമ്പ് പൊടിയെ കുഴച്ചും വെച്ചു. അപ്പോൾ ഇനി പരിപാടി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആ വെള്ളത്തിൽ ഒരല്പം മുട്ടിക്കുക കയ്യെ. മാവിൽ നിന്നും ഒരു കുറച്ച് ആവശ്യത്തിന് ഒരടയ്ക്ക് വേണ്ടി ഞാനിങ്ങനെ എടുത്തു. നമ്മുടെ ഇലയിലേക്ക് വെക്കാം. വെള്ളത്തിലൊന്ന് കൈ മുട്ടിക്കുക. മുന്നോട്ട് ഇങ്ങനെ വെച്ചാൽ മതി. പെട്ടെന്നായി കിട്ടുവേ, ഒരു താമസവും വരത്തില്ല. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് തുടക്കക്കാർക്ക് പോലും ഒന്ന് പരീക്ഷിക്കുന്നതിന് വളരെ പെട്ടെന്ന് പരിപാടി കഴിയും. നമുക്ക് പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്ന നേരം കൊണ്ട് പിള്ളേർക്ക് ഹെൽത്തി ആയിട്ടൊരു 4 മണി പലഹാരമായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഇതൊക്കെ പണ്ടൊക്കെ എല്ലാ വീട്ടിലും എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനമാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ റെയറായിട്ട് കാണുന്നൊരു ഡിഷാണ്. ഡിഷല്ലല്ലോ, ഒരു ഫുഡാണിത്. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്നൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ ഒന്നും ഒരു ടേസ്റ്റ് ഇപ്പോഴത്തെ ഒരു ഫുഡിനും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല. അപ്പോൾ പരത്തിയിട്ടുണ്ട്. ആവശ്യത്തിന് നൈസായിട്ടാണ് പരത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആഡ് ചെയ്യാവേ. നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. ഇച്ചിരി ഫില്ലിങ് വെച്ചേക്കണേ, അല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റൊക്കെ വരണ്ടേ. അപ്പോൾ ഇച്ചിരി കൂടുതലായിട്ട് വെക്കാം. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ. ഒത്തിരി അങ്ങ് സ്പ്രെഡ് ചെയ്യരുത്, കാരണം ഈ അരിവശത്ത് ഒട്ടിയിരിക്കണ്ടേ, അതുകൊണ്ട്. ഇനി നമുക്ക് ഇലയെ അടച്ച് വെക്കാവേ. ഇവിടുന്ന് ഇങ്ങോട്ട് ഇവരെ സീൽ ചെയ്യാം. പുറത്ത് നല്ല കാറ്റുണ്ടേ, അതുകൊണ്ട് ജനലടയുന്നതിൻ്റെ ഒച്ചയാണ്. അപ്പോൾ ഇനി അടുപ്പയിലോട്ട് പോവാം. ഈ സമയത്ത് നമുക്കിവിടെ ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് മീൻകറി വെക്കുന്ന ചട്ടിയാണ്. പക്ഷേ ഇങ്ങനത്തെ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ടേസ്റ്റും ഫ്ലേവറും വരത്തുള്ളൂ. പിന്നെ ഇല്ലാത്ത പക്ഷം നമ്മുടെ ചീനച്ചട്ടിയില്ലേ, അത് വെച്ചാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫ്രൈ പാനിലാണെങ്കിലും പറ്റും. ഏതായാലും ഈ ചട്ടി ചൂടായി വരട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. ഡയറക്റ്റ് ആ ചട്ടിയിലേക്ക് ആ ഇല വെക്കുക. വാഴയില പൊതിഞ്ഞ് അട വെക്കണം. ഇനി ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടച്ച് വെച്ച് അത് വെന്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാവേ. കുറച്ച് കഴിയുമ്പോൾ ഇതിനെ ഒന്ന് തിരിച്ചിടണം കേട്ടോ. അപ്പോൾ അത് മീഡിയം തീയിൽ വെന്ത് വരട്ടെ. ആ നേരത്തിന് ഞാൻ ഒരടയും കൂടെ ആക്കി വെക്കട്ടെ. വീണ്ടും അതുപോലെ തന്നെ കുറച്ച് മാവെടുത്ത് വെക്കുന്നു. വെള്ളത്തിലൊന്ന് കൈ മുട്ടിക്കുന്നു. നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുക്കണേ. ഇനി നമുക്ക് വേണ്ടിയ ശർക്കര വയ്ക്കാം.
ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനെ ഫോൾഡ് ചെയ്യാവേ. നന്നായി പ്രസ് ചെയ്ത് അരികുവശം ലോക്ക് ചെയ്തോണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ അടയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു മീഡിയം തീയിൽ കിടന്ന് വെന്ത് വരട്ടെ. അത് കഴിയുമ്പോൾ ഇതിനെ നമുക്കിടാവേ. നല്ല രീതിയിൽ ഒരു സൈഡ് ഏകദേശം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് അപ്പുറത്തെ സൈഡിലൂടെ വേവിക്കാവേ. പുകയൊക്കെ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു സൈഡ് നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് വെന്ത് വരട്ടെ. ഇതേണ്ടേ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. ഞാൻ പറയാം, നല്ല കരിമീനൊക്കെ പൊള്ളിച്ച് വെച്ചിരിക്കുന്ന പോലത്തെ സ്റ്റൈൽ. ഏതായാലും റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ചൂടൊന്ന് മാറിയിട്ട് തുറന്ന് കാണിക്കാവേ. ഇത് കണ്ടോണേ, ഇതാണ് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇനി ഞാനൊന്ന് ചൂടാറിയിട്ട് മുറിച്ച് കാണിക്കാം. അതെ, അമ്മ പറഞ്ഞ് ചൂടോടെ തന്നെ മുറിച്ച് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതേ ചൂടോടെ മുറിച്ച് കാണിക്കുവാണേ. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ പുറത്ത് ഇത് കണ്ടോ, ഇത് ഇങ്ങനെ വരണമെന്നാണ് അമ്മ പറഞ്ഞത്. അതാണ് പെർഫെക്റ്റായിട്ട് കുക്കായെന്നുള്ളതിൻ്റെ തെളിവ്. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ ഓട്ടട റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം കുഞ്ഞുങ്ങൾക്കാണേലും നമുക്കാണേലും കഴിക്കാൻ അടിപൊളിയൊരു ഫുഡാണ് കേട്ടോ. ഹെൽത്തി ഫുഡാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് എല്ലാം കാണാനും മറക്കരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ എന്നെ ഫോളോ ചെയ്യാനും മറക്കരുത്. നോക്കാം.